മാത്രമല്ല ഏതൊരു സ്ത്രീ പരാതിപ്പെട്ടാലും ഇതേ രീതിയിൽ ആ പരാതിയിന്മേലുള്ള നടപടികൾ ഉണ്ടാവുക എന്നതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വഷളന്മാർക്ക് ഒരു പേടി വരികയുള്ളൂ. എടാ, എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം. എങ്ങനെ? കാരണം 10 പുത്തൻ കയ്യിലുണ്ടെങ്കിൽ പ്രയാസം പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. ഇതെല്ലാം ആസ്വദിച്ച് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? പണം തന്നു കഴിഞ്ഞാൽ അതിന് അഭിമാനം പണയപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഹണി റോസ് നടത്തിയത്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരികാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത്തരക്കാരെ, അത് ബോബി ചെമ്മണ്ണൂരായാലും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രൊഫൈലിൽ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും അവർക്കെതിരെ നടപടിയെടുക്കണം. അതായത് തല്ല് കൊടുത്താലേ പഠിക്കൂ എന്നാണെങ്കിൽ ആ തല്ല് കൊടുക്കുക തന്നെ വേണമെന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. അയ്യോ, അത് വേണ്ട, എനിക്ക് ചിലപ്പോൾ നോവും. ആരെയും അപമാനിക്കാനുള്ള ലൈസൻസ് ഒന്നും ബോബി ചെമ്മണ്ണൂരിന് ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അയാളുടെ വസ്ത്രധാരണത്തെയോ അയാളുടെ വ്യക്തിത്വത്തെയോ അപമാനിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഭരണഘടന കൊടുക്കുന്നില്ല. എന്തായി കുട്ടി ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ല എന്ന് വെച്ചാൽ? ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്, ആരെയും വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആവശ്യക്കാർക്ക് എന്താണ് ആവശ്യമെന്ന് തീരുമാനിക്കുന്നത് ബോബി ചെമ്മണ്ണൂരാണോ? അത്രയ്ക്ക് മോശം അഭിപ്രായം പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. ഞാൻ പറയുന്ന വഷളൻ തമാശകളൊക്കെ എല്ലാവരും ആസ്വദിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന്റെ ടീമിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം പണം നൽകുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ടാകും. അപ്പൊ താനും ഇയാളെ പോലെ ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല എന്ന് വെച്ച് കേരളീയ പൊതുസമൂഹം മുഴുവൻ അത് ആസ്വദിക്കുകയാണ് എന്നുള്ളത് ഒരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഹണി റോസ് പറഞ്ഞതിനൊപ്പം ഉപാധികളില്ലാതെ നിൽക്കുക. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ചലച്ചിത്രതാരം ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ എന്ന വിവരമാണ് വരുന്നത്. അയ്യോ, ഇനിയിപ്പോ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹണി റോസ് രംഗത്തേക്ക് എത്തുകയും ബോബി ചെമ്മണ്ണൂരിനെതിരെയും പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കേസെടുക്കുകയായിരുന്നു. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? എല്ലാവർക്കും ഒരു സഹായമായിട്ട്. അതല്ലേ അതിന്റെ ശരി.